ചിന്ന ചിന്ന ആസൈ കണ്ടു. ഡയറക്റ്റഡ് ബൈ വർഷ വാസുദേവ്. പുള്ളിക്കാരത്ത് തന്നെയാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. ഗംഭീര എഴുത്ത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകളിൽ ഇത്രയും ഒരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം, ആ ഒരു പേസ്, അത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കഥ പറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു റിതമിന് ഒരു കുറവും ഇല്ലാതെയാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഇതുവരെ വാരണാസി പോയിട്ടില്ല. വാരണാസി പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്കും ഇതിലെ കഥാപാത്രങ്ങളും അവരുടെ പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനോടൊപ്പം ആ ഒരു ബാക്ക് സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു ബാക്ക് ഡ്രോപ്പിൽ നന്നായിട്ട് വാരണാസിയുടെ ആ ഒരു ബ്യൂട്ടി, അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഫയസ് സാദിഖ് അങ്ങനെയുണ്ട്, അദ്ദേഹം ഗംഭീരമായിട്ട് പോർട്രേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ, അങ്ങനെ അതിൻ്റെ ആ ഒരു ഡെപ്ത് ഒക്കെ വരുന്ന സമയത്തൊക്കെ ഒരു സ്റ്റഡി ക്യാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫ്രെയിംസ് എല്ലാം വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ആ സിനിമയായിട്ട് വെൽ സിങ്ക്ഡ് ആയിട്ടുള്ളൊരു മ്യൂസിക് അറേഞ്ച്മെൻറ്റ്. ഗോവിന്ദ് വസന്തയാണ് മ്യൂസിക് സ്കോർ ചെയ്തിരിക്കുന്നത്. 2 നല്ല പാട്ടുകളും ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻസും മധുബാലയും തന്നെയാണ്, അവർക്ക് തന്നെയാണ് ഇതിൻ്റെ മാക്സിമം സ്ക്രീൻ ടൈം. അപ്പോൾ ഇതുപോലുള്ള സിനിമകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്, അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂഡ്, ആ ഒരു ആംബിയൻസ്, ഇതെല്ലാം കൂടെ വെച്ചിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സിനിമ അനുഭവം സമ്മാനിക്കുന്നുണ്ട്. ബർണ ബാലമുരളി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടെ ഒരു ഡാൻസ് ഗ്രേസ്, പ്രത്യേകിച്ച് കഥക്കാണെന്ന് തോന്നുന്നു കളിച്ചിരിക്കുന്നത്. ആ ഡാൻസിൻ്റെ ഒരു കോറിയോഗ്രഫിയും ആ ഒരു സിനിമാറ്റോഗ്രഫിയും ഒക്കെ ഗംഭീരമായിരുന്നു. മണിരത്നമൊക്കെ സെറ്റ് ഇട്ടിരിക്കുന്ന കണക്കുള്ള ഒരു സെറ്റപ്പിനകത്ത് വെച്ചിട്ടാണ് ആ ഒരു ഡാൻസ്, ആ ഒരു വാരണാസിയുടെ ബാക്ക്ഡ്രോപ്പിൽ തന്നെയാണ്. ശരിക്കും ഒരു ഡേ ആൻഡ് ഒരു നൈറ്റിൽ, ഇപ്പോൾ ഈ ഷോർട്ട് ടൈം കൊണ്ടുള്ള രണ്ടുപേരുടെ ഒരു മാനസികമായിട്ടുള്ളൊരു കണക്റ്റ്, അതാണ് ഈ സിനിമ. എനിക്ക് ഈ സിനിമ ഒത്തിരി വർക്കായി. വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൂഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യാണ്.